ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1ാം ക്ലാസ് സ്കൂൾ മദ്രസയിൽ നടന്ന കിതാബത്ത് എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഹാഫ് ഇയർലി എക്സാം ആണ് നിങ്ങൾക്ക് കഴിഞ്ഞത്. അപ്പോൾ നമുക്കതിൻ്റെ ചോദ്യപേപ്പറാണ്. ചോദ്യങ്ങൾ നോക്കാം, മനസ്സിലാക്കാം. സ്കൂൾ മദ്രസയിൽ 2 എക്സാമാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഫൈനൽ എക്സാമിൻ്റെ കൂടെ അതിൻ്റെ ഇടയിലൊക്കെ ക്ലാസ് ടെസ്റ്റ് ആയിട്ടാണ് എക്സാമുകളൊക്കെ എടുക്കുക. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് എക്സാം അതിൻ്റെതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ വന്നത്? ആദ്യം വന്നത് എന്താ? താഴെ കൊടുത്ത ഓരോ വാചകങ്ങളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക. കേട്ടെഴുത്ത് ആദ്യം നടത്തണം. അതിനുശേഷം ഈ ചോദ്യപേപ്പർ തന്നെ കുട്ടിക്ക് നൽകിയിട്ട് മറുഭാഗത്തുള്ളതൊക്കെ എഴുതിക്കണം. അപ്പോൾ അതെന്താണ്? ഫസ്റ്റ് വന്നതൊക്കെ എന്താണ്? ഇവിടെ ഉസ്താദ് പറഞ്ഞു കൊടുക്കും. ഈ പേപ്പർ അപ്പം നിങ്ങൾക്ക് തരൂല. റുഷ് റുഷ് എന്ന് എഴുതാൻ പറയും. അപ്പോൾ അത് എഴുതുക നിങ്ങൾ. പിന്നെ ജുദ്, തുബ്, അബുൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി വരൂല. ഇതുപോലെ ആദ്യം 2 അക്ഷരങ്ങൾ കൂടി വരുന്നതും പിന്നെ 3 അക്ഷരങ്ങൾ കൂടി വരുന്നത്, പിന്നെ നീട്ടാൻ കൂടി വരുന്നത്, മദ്ദക്ഷരം വരുന്നത് സോ, ജൂ, സാ. അപ്പോൾ സായിനോടൊക്കെ അലിഫ് ചേർത്തിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? അതിനോട് തൊടാതെ എഴുതുക. അപ്പോൾ അതൊക്കെ അക്ഷരങ്ങൾ ചേർത്ത് എഴുതുന്നതൊക്കെ കുട്ടികൾ മനസ്സിലാക്കുക. സോ, ജൂ. അപ്പോൾ ദാല് അതിന് ചേർത്ത് എഴുതൂല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഹദ്ബുൻ, ദാലിനോട് ബ ചേർത്ത് എഴുതുക. ജദ്ബുൻ, ദാലിനോട് ബ ചേർത്ത് എഴുതൂല. ഷജറുൻ, എല്ലാ പദങ്ങളും ചേർത്ത് എഴുതും. ഉജാജൻ, ഉജാജൻ. അപ്പോൾ എഴുതിയത് മനസ്സിലാക്കുക. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തുനിന്ന് ഏതെങ്കിലും പദങ്ങൾ ഇതുപോലെ തരികയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എല്ലാ പാഠങ്ങളിലും വരുന്നതുണ്ടാവും. ദ് എന്നതിൻ്റെ ഉച്ചാരണത്തിന് ജുദ്, ബ്, തുബ്, റുഷ്, ഷ്. അപ്പോൾ അതൊക്കെ പാഠഭാഗം നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒരു മോഡലാണിത്. അപ്പോൾ ആദ്യം കേട്ടെഴുത്താണ് എടുക്കുക. ഇനി എന്താ അടുത്തത്? എന്താ? നോക്കി എഴുതാനാണ്. നമ്മൾ താഴെ തന്ന അക്ഷരങ്ങൾ താഴത്തെ കള്ളിയിലേക്ക് നോക്കിയതാണ്. ത, ഹു, ദി, റോൻ. അപ്പോൾ അതുപോലെ നോക്കി എഴുതിയാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ഇനിയാ അതും അതുതന്നെയാണ്. അതുപോലെ 2 അക്ഷരങ്ങൾ ചേർന്ന് വരുന്നത് ഹസ്. അതുപോലെ എഴുതാ ബഹ്. ബഹ് എഴുതുന്ന രീതി, ബാവും ഹ ഒക്കെ ചേർത്ത് എഴുതുന്ന രീതി മനസ്സിലാക്കുക. തുബ്, ഹിസ്, ഷിർ, ഷിർ. അപ്പോൾ അതുപോലെ താഴോട്ട് എഴുതുക. അടുത്തെന്താ? 3 അക്ഷരങ്ങൾ ചേർന്ന് വരുന്നത്. അപ്പോൾ ചേർത്ത് എഴുതേണ്ട അക്ഷരങ്ങളും ചേർത്ത് എഴുതാൻ പറ്റാത്ത അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ ഉള്ളതാണ് ഇതിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഹലറ, എല്ലാ അക്ഷരങ്ങളും ചേർത്ത് എഴുതും. ഒഹിദ, ഉ ഹി ദ. അപ്പോൾ അലിഫ് അതിനോട് ചേർത്ത് പിന്നെ അക്ഷരങ്ങൾ എഴുതൂല. അത് ഹി ദ, ഒഹിദ മനസ്സിലാക്കുക. അടുത്തതാ സജദ, എല്ലാ അക്ഷരങ്ങളും ചേർത്ത് എഴുതും. ഷരിബ, റായിനോട് അക്ഷരം ചേർത്ത് എഴുതൂല. അപ്പോൾ ഇവിടെ വേർതിരിച്ച് എഴുതുക. ബിഹാറുൻ, ഹ, ബിഹാറുൻ, ബിഹാറുൻ നീട്ടാൻ വന്നതാണ്. അപ്പോൾ അതുപോലെ നോക്കി എഴുതുക. തസൂ, തസൂ. അഖീറുൻ, അഖീറുൻ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ യാവും വാവും ഒക്കെ എങ്ങനെയാണ് വന്നത് എഴുതിയത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ എഴുതി പഠിച്ചവർക്ക് മാത്രമേ കണ്ടാലും എഴുതാൻ കഴിയുള്ളൂ. മനസ്സിലാക്കുക. ഇനി എന്താണ്? ചേർത്ത് എഴുതണം അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ചേർത്ത് എഴുതണം. ഇവിടെ ത, ല്, രി, ബു. അപ്പോൾ അത് ചേർത്ത് എഴുതുമ്പോൾ തളിരി വരെ ചേർക്കും. ത, ല്, രി. പിന്നെ ബ വേറെ എഴുതണം. തളിരി ബു മനസ്സിലാക്കുക. അടുത്തതാ തുഹ്, ഷ, റു. അതെല്ലാ അക്ഷരങ്ങളും ചേർത്ത് എഴുതാം.
തു ഹ് ഷ റു. അപ്പോൾ തായിനോട് ഹ എഴുതുമ്പോൾ അതുപോലെയല്ല പിന്നെ എഴുതുക, നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുപോലെ ഇങ്ങനെ എഴുതണം, തുഹ്ഷറു. അടുത്ത എന്താണ്? തഹുദു. തഹുദു. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? അതിനോട് അലിഫ്, തായിനോട് കൂടിയിട്ട് അലിഫ് ഇടുക, അതിൻ്റെ മേലെ ഹംസയും സുക്കൂനും. പിന്നെ ഹുദു. ഹുദു ഹ ഇവിടെ എഴുതിയ തെറ്റിയിട്ടുണ്ട്, ഇങ്ങനെ അല്ല എഴുതുക, മുകളിൽ എഴുതിയ പോലെയാണ് എഴുതേണ്ടത്. എന്നിട്ട് അതിനോട് കൂടിയിട്ട് ദാൽ എഴുതണം. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിരുന്നു, ഇതുപോലെയാണ് അവിടെ എഴുതേണ്ടത്. ഹു ആക്കുക, ദു ആക്കുക, തഹുദു. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പദങ്ങൾ ഇനി എക്സാമിലേക്ക് ഈ ചോദ്യപേപ്പർ നോക്കി പഠിപ്പിക്കുന്നവർ മറ്റുള്ള പദങ്ങളൊക്കെ ഇതുപോലെ എഴുതിപ്പിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ വരൂല, നിങ്ങൾക്കൊരു മോഡലായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.